السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഈ സയ്യിദിയ്യ മജ്ലിസിൽ വെച്ച് ചർച്ച ചെയ്യുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്റിനെ പറ്റിയാണ്, ഒരു മഹത്താക്കപ്പെട്ട ഒരു ദിക്റിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു ചൊല്ലാനും ജീവിതത്തിൽ ദായിമാക്കാനും അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ഒരു ചെറിയൊരു ദിക്റാണ് ഈ ദിക്ർ. നമ്മൾ ചൊല്ലുന്ന തഅലീല് ദിക്റുകളിൽ ഏറ്റവും മഹത്തമാക്കപ്പെട്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അതിൻ്റെ കൂടത്തിൽ ഒരു 3 ഇസ്മും കൂടി ചേർത്ത ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ചൊല്ലുന്നതാണ് തഅലീല്, അല്ലേ? നമ്മളെല്ലാവരും ചൊല്ലുന്നതാണ് തഅലീല് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ കൂടെ ഒരു 3 ഇസ്മും കൂടി ചേർത്തിട്ടുള്ള ഒരു ദിക്റിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ്യ മജ്ലിസിലൂടെ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പോകുന്നത്, ജീവിതത്തിൽ പതിവാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് വലിയ നേട്ടങ്ങളാണ്, വലിയ നേട്ടങ്ങൾ. ഇനി എന്താണ് കിട്ടുക എന്നതില്ല, എല്ലാം ആ ദിക്ർ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് കിട്ടും. ഈ ദിക്റങ്ങാൻ ഒരാൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നിശ്ചിത എണ്ണത്തിൽ നമ്മൾ പറയുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന എണ്ണത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വലിയ നേട്ടങ്ങളാണ്, വലിയ നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകുന്നത്. രോഗത്തിന് വലിയ ശിഫയാണ് ഈ ദിക്ർ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു രോഗങ്ങൾക്ക് ഈ ദിക്ർ ചൊല്ലിയാൽ വലിയ ശിഫയാണ്. എന്ത് രോഗങ്ങളാണെങ്കിലും നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, രോഗങ്ങൾ, അതിനൊക്കെ വലിയ ശിഫയാണ് ഈ ദിക്ർ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്ന് പറയുന്ന പ്രയാസമാണ് തങ്ങളെ, വലിയ കടബാധിതനാണ് ഞാൻ, ലക്ഷക്കണക്കിന് കടബാധിതനാണ് ഞാൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇവിടെ നമ്മുമായി സമീപിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ചൊല്ലാൻ പറ്റിയ ഏറ്റവും മഹത്തമാക്കപ്പെട്ട ഒരു ദിക്റാണ് ഈ ദിക്ർ. കടങ്ങൾ വീടാൻ ഈ ദിക്ർ ഉപകാരപ്പെടും. ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് ദായിമാക്കി കഴിഞ്ഞാൽ വീടാത്ത കട നമുക്ക് ഉണ്ടാവില്ല. എല്ലാ കടങ്ങളും വീട്ടി നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. സമ്പത്ത് അധികരിച്ചു കിട്ടാനും ഐശ്വര്യം നമ്മളിലേക്ക് വന്നു ചേരാനും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനും ഈ ദിക്റിനെ ചൊല്ലിയാൽ അത് നേടിയെടുക്കാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. കടം വീടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തന്നു. സമ്പത്ത് അല്ലാഹു നൽകി, ഹലാലായ സമ്പത്ത് അല്ലാഹു നൽകി. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇടങ്ങേറില്ല, പ്രയാസമില്ല. കടങ്ങൾ വീടി കിട്ടും,
സമ്പത്ത് അല്ലാഹു നൽകും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്ലാഹു നടത്തിത്തരും. പിന്നെയോ ഐശ്വര്യം നമ്മളെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പോരെ നമുക്ക് മുഅ്മിനീങ്ങളെ പോരെ. ഈ ദിക്ർ കൊണ്ട് എന്താണ് നേടിയെടുക്കാൻ കഴിയുമെന്നില്ല, എല്ലാം നമുക്ക് നേടിയെടുക്കാം. ഇന്നാലില്ല കാര്യമെന്നില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ദിക്ർ കൊണ്ട് കരഗതമാക്കാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് വരാനിരിക്കുന്ന ആപത്തുകൾ, മുസീബത്തുകൾ തട്ടി നീക്കപ്പെടും. അതും ഈ ദിക്റിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. വരാനിരിക്കുന്ന മുസീബത്തുകൾ, ബലാഅകൾ, എടങ്ങേറുകൾ, അല്ലാഹുവിൻ്റെ ഖളാഇൽ നമുക്ക് വരാനിരിക്കുന്ന എടങ്ങേറുകളെ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അത് തട്ടിപ്പോകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പറയുന്നത്. വരാനിരിക്കുന്ന മുസീബത്തുകൾ തട്ടി നീങ്ങും. കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരും. ഐശ്വര്യം അല്ലാഹു നമുക്ക് വന്നു ചേരും. എല്ലാ ബലാഅകളും മുസീബത്തുകൾ തട്ടി നീക്കപ്പെടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് പോരെ, അത്രയും മഹത്വമുള്ള ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ചൊല്ലാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ, നമ്മളെ മജ്‌ലിസിലിരിക്കുന്ന ധാരാളം ആളുകൾ വലിയ പ്രയാസത്തിലും വലിയ ദുഃഖത്തിലുമാണ് മജ്‌ലിസ് കാണുന്നത്, എടങ്ങേറിലുമാണ്. നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകൾ, തങ്ങളെ വലിയ എടങ്ങേറാണ്, പ്രയാസമാണ്, തങ്ങൾ ദുആ ചെയ്യണം. മജ്‌ലിസിൽ ആത്മാർത്ഥമായി എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. വലിയ പ്രയാസത്തിലും എടങ്ങേറിലും നെരുക്കത്തിലുമാണ് തങ്ങളെ. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ എടങ്ങേറുകൾക്കും, എല്ലാ ബലാഅകൾക്കും, എല്ലാ മുസീബത്തുകൾക്കും ഇതൊരു കാവലാണ് ഈ ദിക്ർ. ഞാൻ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ദിക്റാണ്. ഒരിക്കലും ഇത് തട്ടി നീക്കണ്ട, ഇത് പായാക്കി കളയണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ നേട്ടമാണ് ഈ ദിക്ർ ചൊല്ലിയാൽ. നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്നത് വലിയ നേട്ടമാണ്. നിങ്ങളിത് ചൊല്ലാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ വലിയ ഭാഗ്യവതിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊല്ലാനും ജീവിതത്തിൽ പതിവാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് നീ നൽകണേ തമ്പുരാനെ. ഏതാണ് ആ ദിക്ർ? ഇൻഷാ അല്ലാഹ് അത് പറയുന്നതിന് മുമ്പ് ധാരാളം ആളുകളാണ് നമ്മളെ മജ്‌ലിസിലേക്ക് വിളിക്കുന്നവർക്കൊരു ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഈ ധാരാളം ആളുകൾ കാണുന്ന ഈ യൂട്യൂബ് എന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാനുള്ള കാരണം, പല ഭാഗങ്ങളിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിനകത്തു നിന്നുള്ള ആളുകൾ, കർണാടക, തമിഴ്നാട് പോലുള്ള ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, ദ്വീപ് നിവാസികൾ, പല ജാതി കൺട്രീസുകളിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ, അവരൊക്കെ ചോദിക്കുന്നതാണ്, തങ്ങളെ ഇനി എന്നാണ് കൺസൾട്ടിങ് ഉള്ളത്? എനിക്ക് വരാൻ വേണ്ടിയാണ് തങ്ങളെ ഇനി എന്നാണ് വീട്ടിലിരിക്കുന്നത്? അടുത്ത ശനിയാഴ്ചയാണ്, തിങ്കളും ശനിയാണ് വീട്ടിലിരിക്കുന്നത്. ഇനി വരുന്ന ശനിയാഴ്ചയാണ് വീട്ടിലിരിക്കുന്നത്. ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ട് വഴി ചോദിച്ച് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾക്ക് നമ്മളെ ഈ സീദിയം മജ്‌ലിസിൽ കൊണ്ട് വലിയ നേട്ടങ്ങൾ സമ്പാദിച്ച ആളുകൾ, വലിയ മുറാദുകൾ ഹാസിലായ ആളുകൾ, രോഗങ്ങൾ ശിഫയായ ആളുകൾ, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് വലിയ മുക്തത നേടിയ ആളുകൾ, അതിൽ നിന്നൊക്കെ വലിയ സലാമത്ത് നേടിയ ആളുകൾ. ഇതൊക്കെ ഞാൻ പറയുന്നത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടവും കാവലുമുള്ള മജ്‌ലിസാണ് ഈ മജ്‌ലിസ്.
അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചീര സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലുണ്ടി തീരത്തെത്തിയ മഹാനായ ഖുത്ബ് ഹസൻ ജമലുല്ലൈലി പാപ്പ, ജമലുല്ലൈലി സാദാത്ത്, ഞങ്ങളെ വല്ലിപ്പയായ, ഞങ്ങളൊക്കെ വല്ലിപ്പയായ ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമാണ് മജ്ലിസിന്റെ വളർച്ച. അവിടുത്തെ ഇജാസത്ത് പ്രകാരമാണ് ഓരോരോ മജ്ലിസ് ഇവിടെ നടന്നു നീങ്ങുന്നത്. അവിടുത്തെ സമ്മതപ്രകാരമാണ് ഓരോരോ അമലുകൾ ഇവിടെ പറയുന്നത്. ഹദ്റത്തിൽ ചെന്നുകൊണ്ട് സമ്മതം ചോദിച്ചിട്ടാണ് ഓരോരോ അമലുകൾ ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ പറയുന്നത്. അതുകൊണ്ടാണ് ആളുകൾ അത് സ്വീകരിക്കുന്ന സമയത്ത് അവരെ മുറാദുകൾ ഹാസിലാക്കുന്നത്, അവരെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നത്. ഇവിടത്തേക്ക് സങ്കട കണ്ണീരുമായി വന്ന ആളുകൾ പിന്നീട് വരുന്നത് സന്തോഷമായിട്ടാണ്, പുഞ്ചിരിച്ചിട്ടാണ് വരുന്നത്. തങ്ങളെ, എൻ്റെ മകന്റെ ജോലി റെഡിയായി, എൻ്റെ മകന്റെ കല്യാണക്കാരും റെഡിയായി, മകളുടെ കല്യാണക്കാരും റെഡിയായി, ആ പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങി, ആ രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ ലഭിച്ചു തങ്ങളെ എന്ന് പറഞ്ഞ് സന്തോഷമായിട്ടാണ് വരുന്നത്. അല്ലാഹുവേ, നീ നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ തമ്പുരാനെ, നീ നിലനിർത്തണേ അല്ലാ. ധാരാളം ആളുകൾക്ക് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാ. അവരെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ദൂരെയുള്ള ആളുകൾ, ദൂരെയുള്ള എൻ്റെ സഹോദരിമാര് സഹോദരന്മാര് ഇവിടത്തേക്ക് വരാൻ പ്രയാസമുള്ളവരുണ്ട്. വിളിച്ചു പറയുന്ന ആളുകൾ, അല്ലാഹു അവരുടെ സകലമായ മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ, നീ ഹാസിലാക്കി നൽകണേ അല്ലാ. പരിപൂർണ നിലക്ക് നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. ഏതാണ് ആ ദിക്ർ? ഏതാണ് ആ ദിക്ർ? എല്ലാവർക്കും അറിയുന്ന ദിക്റാണ്, ധാരാളം ആളുകൾ പതിവാക്കുന്ന ദിക്റാണ്. ഏതാണ് ആ ദിക്ർ? നമ്മൾ ചൊല്ലുന്ന തഅലീലായ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. 3 ഇസ്മുകൾ: അൽ മലിക്കുൽ, അൽ ഹഖുൽ മുബീൻ. അൽ മലിക്കുൽ, അൽ ഹഖുൽ, അൽ മുബീൻ എന്ന ദിക്ർ, എന്ന ഇസ്മും കൂടി ചേർത്തിട്ടാണ് ഈ ദിക്ർ നമ്മൾ ചൊല്ലേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. എന്താണ്? എൻ്റെ കൂടെ ചൊല്ല്, എൻ്റെ കൂടെ ഏറ്റു ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇൻഷാ അല്ലാഹ് ഇപ്രകാരമാണ് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ചൊല്ലേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരു 100 തവണ, ഒരു ദിവസം 100 തവണ ഈ ദിക്റിനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന 4 നേട്ടമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഉണർത്തുന്നത്. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ഈ ദിക്ർ ചൊല്ലിയാൽ അവനക്ക് കിട്ടുന്ന 4 നേട്ടമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. 4 നേട്ടമാണ്. ഒഴിവാക്കേണ്ട എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, നിങ്ങൾ ഒഴിവാക്കണ്ട. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കോ. ഒരു 100 പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാൻ കയ്യില്ലേ എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, നിങ്ങൾക്ക് കയ്യില്ലേ? എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന 4 നേട്ടമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാ, ഞങ്ങൾക്ക് ചൊല്ലാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങൾ ഇതാ ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചൊല്ലാൻ തീരുമാനിച്ചു. അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. ഏതാണ് ആ 4 നേട്ടങ്ങൾ? ആ 4 നേട്ടം ഏതൊക്കെയാണ്? ഒരിക്കലും അവനക്ക് ദാരിദ്ര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവൂല, ദാരിദ്ര്യം കൊണ്ട് അവൻ പ്രയാസപ്പെടൂല. നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഭക്ഷണമില്ലാത്തതാണ് ദാരിദ്ര്യം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് നമ്മളെ കൂട്ടത്തിൽ. പട്ടിണി കിടക്കലാണ് ദാരിദ്ര്യം, അത് ഞങ്ങൾക്കില്ലല്ലോ. ഭക്ഷണം ഉണ്ടല്ലോ. അത് മാത്രമല്ല എൻ്റെ മുഅ്മിനീങ്ങളെ ദാരിദ്ര്യം, അതുമാത്രമല്ല സമ്പത്തില്ലായ്മ, ജോലിയില്ലായ്മ,
എല്ലാം ദാരിദ്ര്യത്തിൽപ്പെടും. വിവാഹം നടക്കുന്നില്ല, ദാരിദ്ര്യമാണ്. ദാരിദ്ര്യമാണ് അവൻക്ക്. അവൻ്റെ ഒരു കാര്യവും നടക്കുന്നില്ല, അവനക്ക് ദാരിദ്ര്യമാണ്. അല്ലാതെ തിന്നാൻ കിട്ടൽ മാത്രമല്ല ദാരിദ്ര്യം, കിട്ടാതിരിക്കൽ മാത്രമല്ല ദാരിദ്ര്യം. സമ്പത്തില്ലായ്മ, ജോലിയിലെ സാലറി കുറഞ്ഞുപോയി, സാലറി ഇല്ല, ജോലിയില്ല, വിവാഹം നടക്കുന്നില്ല, പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഇടങ്ങേറുമാണ് ജീവിതത്തിൽ. അതും ഒരു ദാരിദ്ര്യമാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. എന്റെ മുഅ്മിനീങ്ങളെ, അതും ദാരിദ്ര്യമാണ്. ഈ ദിക്ർ ചൊല്ലി കഴിഞ്ഞാൽ അതും നിങ്ങൾക്കുണ്ടാവൂല. ദാരിദ്ര്യം ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി, ഇതുവരെ കളവ് പറയാത്ത ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ചൊല്ലിക്കൂടൻ്റെ മുഅ്മിനീങ്ങളെ, എന്താണ്, എത്ര സമയം വേണം? ഒരു 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ ചൊല്ലാൻ വേണ്ടത് തുച്ഛമായ സമയമാണ്. നമ്മൾ ഫോണിൽ ആ റീൽസ് ഇങ്ങനെ കാണുന്ന സമയം മാത്രം മതി. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ഈ ദിക്ർ ചൊല്ലാൻ പോരെ ഒരു 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ല്. സുബ്ഹി നിസ്കാരത്തിന് ശേഷം ചൊല്ല്, അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ല്. ദാരിദ്ര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല, ഫഖർ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെന്താണ് രണ്ടാമതായി കിട്ടുന്ന നേട്ടം? എന്താണ് എൻ്റെ മുഅ്മിനീങ്ങളെ? അവൻ ഖബറിൽ ഒറ്റക്കായി പോവില്ല. നമുക്ക് ഇത് മാത്രമല്ല നമ്മുടെ ജീവിതം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമുള്ളത് ഖബറാണ്. ഇത് കഴിഞ്ഞാൽ നമുക്കുള്ളത് ഖബറാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ ഭവനം ഖബറാണ്. ആ ഖബറിൽ നമ്മൾ ഒറ്റക്കാവൂല, നമുക്ക് ഒറ്റക്കാണ്. നമ്മളെങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ കഫൻ ചെയ്ത് 4 കാലുള്ള കട്ടിലിൽ നമ്മളെ വയ്യോരങ്ങളിലൂടെ നമ്മളെ ജനാസയും ചുമന്നു പോയി നമുക്ക് വേണ്ടി നമസ്കരിച്ച് പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് ഖബറിലേക്കാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. അവിടെ ആരുണ്ടാവില്ല, ആരാരും രക്ഷയ്ക്കില്ലാത്ത, എവരാരും രക്ഷയ്ക്കില്ലാത്ത ഖബറിൽ നമുക്ക് കൂട്ടാളിയായിട്ട് ഈ ദിക്റിന് വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഖബറിൽ നമുക്ക് ഒറ്റക്കായി പോവരുത്, ഒറ്റയായി നമ്മൾ പോവരുത്. നമ്മളെ ബന്ധുമിത്രാദികളെല്ലാം മിൻഹാ ഖലഖനാകും വഫിആ നുഈദുകും മിൻഹാ നുഖ്രിജുകും താറത്തൻ നുഹ്റാ എന്ന് പറഞ്ഞ് 3 പിടി മണ്ണങ്ങ് സമർപ്പിച്ച് എല്ലാവരും, നമ്മളെ ബന്ധുക്കളും, നമ്മളുമായി സഹകരിച്ചവര്, നമ്മളുമായി ഇന്നലെ ചിരിച്ചവര്, കളിച്ചവര് എല്ലാം 3 പിടി മണ്ണ് സമർപ്പിച്ച് അവസാനം അവർ സലാം ചൊല്ലി പോകാനുള്ള രംഗമുണ്ട്. പിന്നെ നമ്മൾ ഖബറിൽ ഒറ്റക്കാണ്. അവിടേക്കാണ് ഈ ദിക്ർ ഒരു നൂറാനിയത്തായ ഒരു പ്രകാശമായി നമ്മളെ ഖബറിലേക്ക് വരുന്നത്. വരണോ എൻ്റെ മുഅ്മിനീങ്ങളെ? എന്നാൽ ഇത് ചൊല്ലിക്കോ. ഇത് കിട്ടണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഖബറിൽ ഒരു കൂട്ടാളിയെ നിനക്ക് കിട്ടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ഈ ദിക്ർ ചൊല്ലിക്കോ. എന്ന ദിക്റിനെ ഒരു 100 പ്രാവശ്യം ഒരു ദിവസം നീ പതിവാക്കിക്കോ. അല്ലാഹു ഭാഗ്യം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, ആരെങ്കിലും ഒരു ദിവസം 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്റിനെ പതിവാക്കി കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന മൂന്നാമതായിട്ടുള്ള നേട്ടം എന്തെന്നറിയോ എൻ്റെ മുഅ്മിനീങ്ങളെ? അല്ലാഹു അവനിക്ക് ഐശ്വര്യം നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ലാത്ത ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അവൻ്റെ മേൽ ഐശ്വര്യം കൊടുന്നിട്ട് നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഐശ്വര്യം വരുന്നില്ല, ഐശ്വര്യം അല്ലാഹു വലിച്ചിട്ട് നൽകുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഐശ്വര്യം അവൻ വന്നു ചേരും.
സമ്പത്തിൽ, അവന്റെ ജോലിയില്, അവന്റെ എല്ലാ കാര്യത്തിലും അല്ലാഹു ഐശ്വര്യം കൊടുത്തിട്ട് നൽകും. അവന്റെ ഭർത്താവില്, അവളുടെ ഭർത്താവില്, അല്ലെങ്കിൽ അവളുടെ മക്കളിൽ അല്ലാഹു ഐശ്വര്യം നിറക്കും. പോരെ, നമ്മളെ സമ്പത്തില്, നമ്മളെ ഭവനത്തില്, നമ്മളെ വാഹനങ്ങളിൽ, മക്കളിൽ, ഭാര്യയിൽ, ഭർത്താവിൽ എല്ലാം അല്ലാഹു ഐശ്വര്യം നിറക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നാലാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, അവന്റെ മേൽ അല്ലെങ്കിൽ അവളുടെ മേൽ ആരാണോ ചൊല്ലിയത്, അവളുടെ അല്ലെങ്കിൽ അവന്റെ മേൽ അല്ലാഹു സ്വർഗത്തിന്റെ കവാടം അല്ലാഹു തുറന്നിട്ട് നൽകും. അല്ലാഹു കൊണ്ട് തുറന്നിട്ട് അവൻക്ക് കൊടുക്കാണ്. സ്വർഗത്തിൽ നീ പ്രവേശിക്ക്, നീ ധൈര്യമായി പ്രവേശിക്ക്. അവന്റെ മേൽ അല്ലാഹു സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നിട്ട് നൽകുമെന്ന് ആരംഭ പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ്. ചൊല്ലിക്കൂടെ? എത്ര നേട്ടങ്ങളാണ് ഈ ചെറിയ ഈ ദിക്റിനുള്ളത്. ഇവക്കൊക്കെ ചൊല്ലാൻ വലിയ സമയമൊന്നും വേണ്ടാത്ത ഈ ചെറിയ ഈ ദിക്റിന് വലിയ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളാണ് ഈ ചെറിയ ദിക്റിനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പതിവാക്കിക്കൂടെ എൻ്റെ മുഅ്മിനീങ്ങളെ? ഈ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ ചൊല്ലും തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്ക്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ചൊല്ലാം തങ്ങളെ, ഒരു 100 പ്രാവശ്യമല്ലുള്ളൂ, അത് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയിക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലി നോക്ക്. നിങ്ങളെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, നിങ്ങളെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, നിങ്ങളെ വേവലാതികൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലി നോക്ക്. ദാരിദ്ര്യം അല്ലാഹു നൽകൂല. വലിയ കടബാധിതനല്ല നീ, അതുകൊണ്ട് നീ കടത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നീ ചൊല്ലി നോക്ക്. അല്ലാഹു കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി നൽകുമെന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കണം. അല്ലാഹ് ഞങ്ങൾക്ക് ചൊല്ലാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഈ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ സകലമാന ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരു ദുആ മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് അവർ സ്ഥിരമായി മജ്ലിസ് കാണുന്നത് അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. മുറാദുകളെ നീ ഹസിലാക്കി നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുകളുള്ളവരുണ്ട് അല്ലാഹ്, നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. കമന്റ് ബോക്സ് എടുത്തു നോക്കിയാൽ ധാരാളം ദുആ വസിയത്തുകളാണ് അല്ലാഹ്. അല്ലാഹ് റഹ്മാൻ റഹീമീനായ അല്ലാഹ് ദുആ വസിയത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് ഹലാലായ മുറാദുകൾ നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞ ഭാര്യമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാഹ്, അവരെ ഖൈറിലാക്കണേ അല്ലാഹ്. അവരെ ജോലിയിൽ പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്, ഖൈറിലാക്കണേ അല്ലാഹ്. സ്നേഹം അവരുടെ മനസ്സിൽ നീ നിറക്കണേ അല്ലാഹ്, നീ നിറക്കണേ അല്ലാഹ്. ഭാര്യമാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഭാര്യമാരെ അല്ലാഹ് നീ ഖൈറിലാക്കണേ അല്ലാഹ്, അവരെ സ്വഭാവങ്ങളെ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്, സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മക്കൾക്ക് ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്, ജോലി നീ അടുപ്പിക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ധാരാളം മുറാദുകളാണല്ലോ എഴുതി അറിയിക്കുന്നതല്ലോ, നിനക്കറിയാമല്ലോ അല്ലാഹ് അവർ എന്താണ് എഴുതിയത്, അവരെ മനസ്സിലുള്ള മുറാദ് എന്തെന്ന് നിനക്കറിയാമല്ലോ തമ്പുരാനെ.
നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഖൈറായ ഒരു ഭവനം, ഒരു മസ്കൻ നീ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമർ റഹീമീനായ അല്ലാ, പൈശാചികമായ ഉപദ്രവങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, മാക്കിരീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണേ അല്ലാ, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ, ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ, ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാ, ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. ഹസദില്ലാത്ത കിബറില്ലാത്ത നല്ല സംശുദ്ധമായ മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാ, ശുദ്ധീകരിക്കണേ അല്ലാ, ശുദ്ധീകരിക്കണേ അല്ലാ. മാരകമായ അസുഖം തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാ, ഭക്ഷണത്തിന് പൈപ്പിട്ട്, മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കെടുത്തുന്ന അസുഖങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അത്തരം അസുഖങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ കലിമ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. റഹ്മർ റഹീമീനായ അല്ലാ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ കഅബ ഞങ്ങളെ കണ്ണുകൊണ്ട് കാണിക്കണേ അല്ലാ, ഞങ്ങളെ കാണിക്കണേ അല്ലാ. ഞങ്ങളെ പാപം പതിഞ്ഞ പാദം മത്താഫിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് റഹ്മർ റഹീമീനായ അല്ലാ, ഹബീബായ റസൂലുള്ളാഹിന്റെ റൗളാ ശരീഫിലേക്കൊന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. ഉമ്മ പറ്റ കൽബ് പോലെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അർഹമർ റഹീമീനായ അല്ലാ, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ്, അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ. അർഹമർ റഹീമീനായ അല്ലാ, ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി അല്ലാ, മൗത്തായി പോയി അല്ലാ. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിന് ഒരു ഫിറാശ് അവരുടെ ഖബറിലേക്ക് നീ വിരിച്ചിട്ട് കൊടുക്കണേ അല്ലാ, നീ വിരിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലാ. അല്ലാ, മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. ധാരാളം പ്രവാസികൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കാത്തോളണേ അല്ലാ, എൻ്റെ പ്രവാസി സുഹൃത്തുക്കളെ നീ കാത്തോളണേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ എൻ്റെ ഒരു പ്രവാസിക്കു നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ. ജോലി പ്രയാസങ്ങൾ അവർക്ക് നീ കൊടുക്കല്ലേ അല്ലാ. പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാ, പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാ. എൻ്റെ ദ്വീപ് നിവാസികളല്ലാ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് ബലാകൾ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെയും അവരെയും നീ കാത്തോളണേ അല്ലാ, കാത്തു സംരക്ഷിക്കണേ അല്ലാ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാ. മുടങ്ങാതെ മജ്ലിസ് വീക്ഷിക്കുന്ന, മജ്ലിസ് കാണുന്ന എൻ്റെ സഹോദരൻ
സഹോദരി, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാ, അവരെ നീ കാത്തോളണേ അല്ലാ, അവർക്ക് നീ സംരക്ഷണം നീ നൽകണേ അല്ലാ, അവരെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേ അല്ലാ, അവരെ ബുദ്ധിമുട്ടുകളെ ഇടങ്ങേറുകളെ നീ മാറ്റി നൽകണേ അല്ലാ. അവർക്കെല്ലാം പ്രതീക്ഷയുള്ളത് തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ് അല്ലാ. അല്ലാ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെയും അവരെയും നീ കാത്തോളണേ അല്ലാ, കാത്ത് സംരക്ഷിക്കണേ അല്ലാ, കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് ഞങ്ങളെ കാണിക്കണേ അല്ലാ, ഞങ്ങളെ കാണിക്കണേ തമ്പുരാനെ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണും. നമ്മളെ സയ്യിദിയം മജ്ലിസിൻ്റെ കീഴിൽ ഇരു ഹറമുകളിലേക്ക് ഉംറ സിയാറത്ത് ഇൻഷാ അല്ലാഹ് സർവീസ് നടത്തുന്നുണ്ട്. പോവാൻ താല്പര്യമുള്ള ആളുകൾ എല്ലാവർക്കും താല്പര്യമാണ്. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ഷരീഫിലേക്ക് ഒന്ന് എത്താൻ, മരിക്കുന്നതിന് മുമ്പ് റൗളയൊന്ന് കണ്ണുകൊണ്ട് കാണാൻ, ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ഷരീഫിലേക്കൊന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ആഗ്രഹമില്ലാത്തവർ നമ്മളെ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല. മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ആഗ്രഹിക്കാത്തവർ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്ന ആളുകൾ. ഇനി പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ധാരാളം ആളുകളാണ് നമ്മളെ മജ്ലിസ് കണ്ട് ഉംറക്ക് പോകുന്നത് അറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വിളിക്കുന്നത്. എപ്പോഴാണ് തങ്ങൾ പോകുന്നത്, എത്രയാണ് അതിൻ്റെ എമൗണ്ട്, കാര്യങ്ങൾ എല്ലാം ചോദിച്ച് അന്വേഷിച്ച് വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇനി സീറ്റുകൾ പരിമിതം മാത്രമാണ്. ബുക്ക് ചെയ്യുന്ന ആളുകൾ അവരത് ചോദിച്ച് അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നേരിട്ട് ബുക്ക് ചെയ്യാണ്. ഇനി പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിലേക്കും കൂടി ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ള ആളുകൾ, നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകൾ നമ്മളെ കുടുംബത്തിലുണ്ടാകും, നമ്മളെ അയൽവാസികളിലുണ്ടാകും, നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകളിലുണ്ടാകും. താല്പര്യമുള്ള ആളുകൾ അവരിലേക്ക് ഇൻഷാ അല്ലാഹ് എത്തിച്ചു കൊടുക്കേണ്ട നേതൃത്വത്തിലാണ് പോകുന്നത്. അവിടെ ചെന്നുകൊണ്ട് മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പോയവർക്ക് ഇനിയും 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 പോവാൻ അല്ലാഹ് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്, തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.